ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു പോവാം. ഓക്കെ, ആ ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അത് മതി. പിന്നെ ഞാൻ അതുകൊണ്ടാണ് വീഡിയോ ഓൺ ആക്കാനും ഞാനിന്ന് പറയാത്തത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. പിന്നെ രജിസ്ട്രേഷനെ കുറിച്ചിട്ട് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓരോ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള ലൈസൻസുകൾ അത് നമ്മളെടുത്തിരിക്കണം. അതായത് സാധാരണ ട്രേഡ് ലൈസൻസ് എന്നതിന് പുറമേ ആയിട്ട് നമുക്ക് എന്താ പറയുക അല്ലേ, ചില ബിസിനസ്സുകൾക്ക് പ്രത്യേകമായിട്ടുള്ള എന്ത് വേണ്ടി വരും, സ്പെസിഫിക് ലൈസൻസുകൾ വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു ഫുഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. അത് നമ്മൾ ഓൺ മാനുഫാക്ചർ ചെയ്യുന്നതാവട്ടെ, അല്ലെങ്കിൽ റെസ്റ്റോറൻ്റ് ആവട്ടെ, പിന്നെ ബേക്കറി അങ്ങനെയുള്ള സംഗതികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ FSSAI എന്ന് പറയുന്ന FSSAI ലൈസൻസ് അല്ലേ, അതിനൊരു എന്താ പറയുക, ഫുഡ് സപ്ലൈ എന്ന് തുടങ്ങുന്ന അതിൻ്റെ ഒരു ഫുൾ ഫോം എനിക്ക് ഓർമ്മയില്ല അല്ലേ. അറിയോ, കേട്ടിട്ടില്ലേ FSSAI എന്ന്? നമ്മളെല്ലാ പ്രോഡക്റ്റുമേ അതിൻ്റെ ഒരു സിമ്പിൾ നമുക്ക് കാണാൻ കഴിയും. എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ഇവിടെ ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട് ഫുഡിൻ്റെ. എല്ലാത്തുമേ അത് പൊതുവേ അത് ഉണ്ടാവാറുണ്ട്. അത് ആ ഒരു ലൈസൻസ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ലൈസൻസ് നമുക്ക് നിർബന്ധമായിട്ടും, അല്ലെങ്കിൽ അതൊക്കെ പിന്നീട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് നമ്മളെ നന്നായിട്ട് ബാധിക്കും. ഓക്കെ, പിന്നെ അത് ഫുഡ് സേഫ്റ്റിയാണ് ആ ഒരു ലൈസൻസിലൂടെ അവരെന്ത് ചെയ്യുന്നത്, ഉറപ്പിക്കുന്നത് എന്നർത്ഥം. പിന്നെ അതുപോലെ ഇനിയിപ്പോൾ നമ്മളൊരു എഡ്യൂക്കേഷൻ, ഇപ്പോൾ നമ്മുടെ AJH അക്കാഡമി നമുക്കറിയാം, ഒരു എഡ്യൂക്കേഷൻ അക്കാഡമിയാണ് അല്ലേ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് തീർച്ചയായിട്ടും ഒരു അഫിലിയേഷൻസ്, യൂണിവേഴ്സിറ്റി അഫിലിയേഷൻസ് വേണം. അതായത് ഇന്ന യൂണിവേഴ്സിറ്റികളുമായിട്ട് അവർ അഫിലിയേറ്റഡ് ആയിരിക്കും. പിന്നെ ഇനി അതല്ലെങ്കിൽ ഒരു ബോർഡ് രജിസ്ട്രേഷൻ വേണ്ടി വരും. അതായത് ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ചിലപ്പോൾ NGO ആയിട്ടോ അങ്ങനെ കൃത്യമായിട്ടൊരു രജിസ്ട്രേഷൻ, ഒരു റെക്കഗ്നിഷൻ എന്ത് വേണ്ടി വരും അവിടെ ഒക്കെ വേണ്ടി വരും എന്നർത്ഥം. നമ്മുടെ ഇതിനതുണ്ടല്ലോ AJH അക്കാഡമിക്ക്. അപ്പോൾ അതാണ് സംഗതി. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കോളേജ് തുടങ്ങുകയാണെങ്കിൽ ആ കോളേജിന് സ്വാഭാവികമായിട്ടും ഒരു അഫിലിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമുക്ക് അറിയാലോ. പക്ഷേ ആ ഒരു സംഗതി ഇല്ലാതായി കഴിഞ്ഞാൽ അത് പിന്നീട് നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകൾക്കോ അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന കോഴ്സിനോ ഒന്നും ഒരു സംഗതിയും ഒരു വാല്യൂ ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുമെന്നർത്ഥം. പിന്നെ അതുപോലെ NGO രജിസ്ട്രേഷൻ അല്ലേ, അതായത് എന്താ നമ്മൾ പറയാം, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് അല്ലേ, അല്ലെങ്കിൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് അല്ലേ, അത് നമ്മളങ്ങനെ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അതല്ലെങ്കിൽ ഒരു NGO ആയിട്ട് നമ്മൾ അഫിലിയേറ്റഡ് ആയിരിക്കണം, അങ്ങനെ പറയാം. ഒന്നുകിൽ നമ്മൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യണം, അതല്ലെങ്കിൽ അത് അഫിലിയേറ്റഡ് ആയിരിക്കണം. അത് തീർച്ചയായിട്ടും നമ്മളങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് തന്നെയാണ് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുക. കാരണം എന്താ പറയുക, ഇപ്പോൾ സൊസൈറ്റിയിലൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ തന്നെ വളർച്ചക്കൊക്കെ എന്ത് കാരണമാണ്, ഈ ഒരു NGO രജിസ്ട്രേഷന് നമുക്ക് ഹെൽപ്പ് ചെയ്യുമെന്ന് അർത്ഥം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ ഫ്രാഞ്ചൈസി ബിസിനസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ഒരു മാക്ഡൊണാൾഡിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക ചിക്കിങ്ങിൻ്റെ അല്ലെ, KR, MR അങ്ങനെയൊക്കെ ഒരുപാട് ഫേമസ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബ്രാൻഡുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ അതിൻ്റെയൊക്കെ ബ്രാൻഡുകൾ, അതിൻ്റെ ഒരു ഔട്ട്ലെറ്റ്, ഒരു ഷോപ്പ് നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ അവരുടെ പേര് കണ്ട് വെച്ചിട്ട് അവരുടെ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോഴൊക്കെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കേസോ ഇഷ്യോ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ കാലത്തും ഒരു കടബാധിതനാകുന്ന രീതിയിലേക്ക്, തള്ളിയിടുന്ന രീതിയിലേക്ക് നമ്മൾ എന്താ പറയുക, സാമ്പത്തിക നഷ്ടപരിഹാരങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രാഞ്ചൈസി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടൊരു അതുമായി ബന്ധപ്പെട്ടൊരു അഗ്രിമെൻറ്റ്, പിന്നെ അതുപോലെ തന്നെ ആ ബ്രാൻഡിൻ്റെ പെർമിഷൻ, എല്ലാ കാര്യങ്ങളും വേണം. അല്ലെങ്കിൽ അത് വലിയ ഇതാവും. ഓക്കെ, നമ്മൾ വെറുതെ അവരുടെ പേര് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ പറയാനുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതിയല്ലേ, നമ്മൾ ഇതിൻ്റെ ആവശ്യകത എന്ന് പറയുമ്പോൾ
ഒരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരാൾ എന്താ പറയുക ലൈസൻസോ ഒന്നുമില്ല, അയാളൊരു ഹോസ്പിറ്റൽ തുടങ്ങി, അയാൾക്ക് ലൈസൻസും ഇല്ല സർട്ടിഫിക്കറ്റും ഇല്ല ഒന്നുമില്ലാതെ ഒരു ഹോസ്പിറ്റലാണ് തുടങ്ങി, അയാൾ പിറ്റേന്ന് സർജറി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ അതാണ് പ്രധാനമായിട്ട് ഇതിൻ്റെ ഏറ്റവും വലിയ അത്യാവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സർക്കാരും എല്ലാ സംരംഭങ്ങളും രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അതൊക്കെ ലൈസൻസ് മേടിച്ചിട്ടേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന രീതിയിൽ സർക്കാരും പറയുന്നത്. ഓക്കെ, എനിവേ എന്തായാലും ഇത്രയും നമ്മളിന്ന് ക്ലാസ്സിൽ സംസാരിക്കുന്നുള്ളൂ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറൊന്നും മനസ്സിലാക്കാനൊന്നുമില്ല എന്നാണ്. അതായത് ഇത് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറെക്കുറെ കാര്യങ്ങളും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പ്രസൻറ്റേഷനും മറ്റുമായിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾക്ക് മിക്കവാറും ഒരു ഓഫ്ലൈൻ സെഷനായിട്ടായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ കോർഡിനേറ്റേഴ്സ് നിങ്ങളുമായിട്ട് സംസാരിക്കും. ഓക്കെ, ഒരുപക്ഷെ ഇത് ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ചിലപ്പോൾ ഒരു ക്ലാസ്സും കൂടെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഓക്കെ, ഇതിൻ്റെ അപ്പുറത്തേക്ക് ബാക്കി കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ കോർഡിനേറ്റേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ ഇന്നത്തെ സെഷൻ? അതിൻ്റെ കാര്യങ്ങൾ അതാ ഞാൻ പറഞ്ഞത്, ഡീറ്റെയിൽ ആയിട്ട് കോർഡിനേറ്റേഴ്സ് നിങ്ങളോട് സംസാരിക്കും കേട്ടോ. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഗ്രൂപ്പിൽ തന്നെ അറിയിക്കും. ലാസ്റ്റ് ക്ലാസ് ആണോ? അല്ല, ചിലപ്പോൾ ഒരു ക്ലാസ്സും കൂടെ ഉണ്ടാവും. ഒരു ക്ലാസ്സും കൂടെ ഉണ്ടാവും കേട്ടോ. ഓക്കെ 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 ഓക്കെ, താങ്ക് യു. അതായത് ഇന്നത്തെ സെഷനിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ലൈസൻസുകൾ എന്തിനാണ് നമ്മൾ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തിന് നമ്മൾ ലൈസൻസ് എടുക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ലീഗൽ ഓപ്പറേഷൻസ് സ്മൂത്ത് ആവാൻ വേണ്ടി. ഇപ്പം നമുക്കെതിരെയോ അല്ലെങ്കിൽ നമ്മളുടെ ഭാഗത്ത് നിന്നോ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ലീഗൽ സപ്പോർട്ട് കിട്ടണമെങ്കിൽ, നമുക്കൊരു പ്രശ്നം വന്ന് ആ കംപ്ലൈൻറ്റിന് അനുസരിച്ച് പോലീസിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും നമുക്ക് ഒരു നിയമ സപ്പോർട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് എന്ത് ചെയ്തിട്ടുണ്ടാവണം, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പബ്ലിക് സേഫ്റ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ട് രജിസ്റ്റർ ഒന്നും ചെയ്യാതെ ഒരാൾ ഒരു ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ തുടങ്ങി നോക്കാം. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യാതെ ഹോസ്പിറ്റൽ തുടങ്ങി ആരൊക്കെയോ അവിടെ ഡോക്ടർമാരായിട്ടൊക്കെ നിയമിച്ചു എന്നൊക്കെ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും പൊതുജന ആരോഗ്യത്തിന് അത് ഹാനികരമാണ് എന്ന് പറയാം അല്ലേ. കാരണം അതുകൊണ്ട് ഇപ്പോൾ മുറിവൈദ്യന്മാരൊക്കെ വന്നാൽ അതുകൊണ്ട് തീർച്ചയായിട്ടും ഉപദ്രവിക്കപ്പെടുന്നത് പാവപ്പെട്ട ജനങ്ങളായിരിക്കും. അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യാനും എല്ലാത്തിനും ലൈസൻസ് എന്ന് പറയുന്നത് ഔദ്യോഗികമായിട്ട് കൈകാര്യം ചെയ്യൽ നിർബന്ധമാണ്. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ടാക്സ്, നമുക്കറിയാം ടാക്സ് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് അവർക്ക് ടാക്സ് കളക്ട് ചെയ്യാനും എല്ലാത്തിനും ഈ ഒരു ലൈസൻസ് ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്താൻ നമ്മൾ നൽകുന്ന സർവീസുകൾ അതല്ലെങ്കിൽ നൽകുന്ന പ്രൊഡക്റ്റുകൾ അതെന്താണെങ്കിലും അതിൻ്റെ ക്വാളിറ്റിയിലൊരു കോംപ്രമൈസ് ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതായത് വാങ്ങുന്ന പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കിയിട്ട് അവരുടെ ഭാഗത്തുനിന്ന് അവർക്ക് വേണ്ടിയിട്ട് ക്വാളിറ്റി ഉറപ്പാക്കുന്ന ഒരു സംവിധാനം, അതിനൊക്കെ ലൈസൻസ് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അല്ലേ, പലപ്പോഴും പലതും ഒരു എത്തിക്സിൻ്റെ പുറമെ അല്ലേ, ഒരു വിശ്വാസത്തിൻ്റെ പുറമെ ഇങ്ങനെ നടന്നു പോകുന്ന കാര്യങ്ങളായി. കച്ചവടങ്ങളാണെങ്കിലും അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിലുള്ള പല ബിസിനസ്സുകളും, പ്രത്യേകിച്ച് സർവീസ് ബേസ്ഡ് ബിസിനസ്സുകൾ. ഇപ്പോൾ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ അല്ലേ, അവിടെ മെഡിസിനൽ സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമാണ്, ഒരു വിശ്വാസത്തിൻ്റെ പരസ്പരമുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറമെയാണ് ഇതൊക്കെ നടന്നു പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ അതൊക്കെ സ്മൂത്തായിട്ട് നടന്നു പോകാൻ ഇത്തരത്തിലുള്ള ലൈസൻസും രജിസ്ട്രേഷനും ഒക്കെ എന്നും ഉപകരിക്കും. ഇപ്പോൾ എന്താ പറയുക, നമുക്കറിയാം അല്ലേ, ഒരു കാറ് നമുക്ക് ഓടിക്കണം എന്നുണ്ടെങ്കിൽ ലൈസൻസ് വേണം അല്ലേ. ലൈസൻസ് ഇല്ലാതെ നമുക്ക് ഓടിക്കാൻ കഴിയില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് ലൈസൻസ് എന്ന് പറയുന്നത് അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സംരംഭം തുടങ്ങുകയാണ്, അതിൻ്റെ ബിസിനസ് ലൈസൻസ് അല്ലേ, അതിന് നമ്മൾ എടുക്കുന്ന ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് അത് ഈ ബിസിനസ് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആണെന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഓക്കെ,
അതായത് കാർ ഓടിക്കാൻ നമുക്ക് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് വേണം അല്ലേ? അതേപോലെ ബിസിനസ് ഓടിക്കാൻ ബിസിനസ് ലൈസൻസും നിർബന്ധമാണ്. കാരണം എന്താ? കാരണം നമുക്കറിയാം, ഈ ഒരു ബിസിനസ് ലൈസൻസ് ഇല്ലെങ്കിൽ അല്ലേ, കാറിന് ലൈസൻസ് ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? സ്വാഭാവികമായിട്ടും നമുക്ക് നിയമങ്ങൾ അറിയില്ല, അപ്പോൾ പല തെറ്റുകൾ പറ്റും, നമുക്ക് പിഴകൾ വരും. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാരണവശാൽ ചിലപ്പോൾ ബിസിനസ് പൂട്ടി പോകേണ്ടി വരും. അപ്പോൾ നിയമപരമായിട്ടുള്ള സപ്പോർട്ട് കിട്ടൂല അല്ലേ? ഇനിയിപ്പോൾ കാറിൻ്റെ കാര്യമാണെന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, കാറിൽ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇടിക്കുകയോ തട്ടുകയോ മുട്ടുകയൊക്കെ ചെയ്താൽ ഒരു നിയമപരമായിട്ടുള്ളൊരു സപ്പോർട്ടും കിട്ടൂല. അപ്പോൾ അത് നേരെ ബിസിനസ് അതുപോലെ തന്നെ അല്ലേ അല്ലേ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ നിയമപരമായിട്ട് ഒരു സപ്പോർട്ടും ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല, ജനങ്ങൾക്ക് അല്ലേ, ലൈസൻസ് ഇല്ലാത്ത ഒരാൾ കാർ ഓടിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡിലുള്ള ജനങ്ങൾക്കൊക്കെ അത് പ്രശ്നമാണ്. അതേപോലെ തന്നെ ബിസിനസ്സിലും ആ ഒരു ലൈസൻസ് അത്യാവശ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. ഇപ്പോൾ നമ്മുടെയൊക്കെ ഇപ്പോൾ ഈ നാട്ടിൽ എന്നല്ല, നമ്മളെ എല്ലാ നാട്ടിലും ഇതിൻ്റെ ഒരു ഉദാഹരണങ്ങൾ ഒരുപാട് കാണാൻ കഴിയും. ലൈസൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ പൂട്ടിപ്പോയ ഒരുപാട് സ്ഥാപനങ്ങൾ അല്ലേ, നമുക്കൊക്കെ അറിയുന്നതാണ്. നമ്മളൊക്കെ പല സിനിമകളിൽ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ജയറാമിൻ്റെ ഒരു സിനിമ, പിന്നെ അതേപോലെ എന്താ, സാധാരണ ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഈ അടുത്തൊരു ഒരു ഹോട്ടൽ, ചെർപ്പശ്ശേരി ടൗണിൽ ഒരു ഹോട്ടൽ പൂട്ടുണ്ടായി. അത് അവർക്ക് ഫുഡ് സേഫ്റ്റി ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ സേഫ്റ്റി അവർ കീപ്പ് ചെയ്യാത്തത് കൊണ്ട് എന്ത് ചെയ്തു, പിന്നീട് അവരെ ക്ലോസ് ചെയ്യിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ട്രേഡ് ലൈസൻസുകൾ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിത് ഈ പറഞ്ഞ പോലെ ഒരു സംരംഭം അത് സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ, ആർക്കും ഒരു ഉപദ്രവമില്ലാതെ റൺ ചെയ്യാൻ വളരെ അത്യാവശ്യമാണെന്നർത്ഥം. ഇനി നമുക്ക് ഇതിൻ്റെ ബേസിക്കലായിട്ടുള്ള എന്താ പറയുക, എങ്ങനെയൊക്കെ ഏതൊക്കെ ലൈസൻസുകളാണ് നമ്മൾ എടുക്കേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു ലൈസൻസ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സംരംഭം തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് വേണ്ടത് അതിൻ്റെ ഒരു ലോക്കൽ അതോറിറ്റി ലൈസൻസ്. അതായത് ഇപ്പോൾ നമുക്ക് അറിയാം അല്ലേ, നമ്മൾ തുടങ്ങുന്നത് ഒരുപക്ഷെ ഒരു പഞ്ചായത്തിലായിരിക്കാം, അതല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ അങ്ങനെ എന്തിലെങ്കിലും ഒരു സംവിധാനത്തിന് കീഴിലുള്ള സ്ഥലത്തായിരിക്കും നമ്മൾ ഇത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ലോക്കൽ കമ്മിറ്റിയുടെ, ലോക്കൽ അതോറിറ്റിയുടെ കൃത്യമായിട്ടുള്ള ഒരു പെർമിഷൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കണം. അതായത് ലോക്കൽ ഗവൺമെൻറ്റിന്, നമ്മുടെ ഇപ്പോൾ പഞ്ചായത്ത് അല്ലേ, പഞ്ചായത്തിൽ നിന്ന് കൃത്യമായിട്ട് പെർമിഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം. ഇനിയിപ്പോൾ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അങ്ങനെ, കോർപ്പറേഷൻ ആണെങ്കിൽ അങ്ങനെ, അവരിൽ നിന്ന് കൃത്യമായിട്ട് നമ്മൾ പെർമിഷൻ ഔദ്യോഗികമായിട്ട് രേഖാമൂലമായിട്ട് നമ്മൾ പെർമിഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ മറ്റൊന്നാണ് ട്രേഡ് ലൈസൻസ്. ഇത് എന്താ, ഇതും ഏറെക്കുറെ ഈ പറഞ്ഞ മാതിരി നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന ഒരു ലൈസൻസ് ആണ്. ഒരു ഫസ്റ്റ് തന്നെ, അതായത് ഒരു സംരംഭമായിട്ട് തുടങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് എന്താ, ഒരു പ്രത്യേക ഏരിയയിൽ നമ്മളവിടെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുകയാണ്, അല്ലെങ്കിൽ എന്താ പറയുക ഒരു പച്ചക്കറി കട, അനാദിക്കട തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു ഷോപ്പ്, എന്തിനെങ്കിലും ഒരു സർവീസ് കൊടുക്കുന്ന, ഇപ്പോൾ ഒരു ടൈലറിങ് ഷോപ്പോ അല്ലെങ്കിൽ മുടിവെട്ട് കടയോ, എന്ത് സംഗതി നമ്മൾ തുടങ്ങുകയാണെങ്കിലും അതിൻ്റെ ഒരു ട്രേഡ് ലൈസൻസ് കൃത്യമായിട്ട് നമ്മളടുത്ത് ആദ്യം നമ്മൾ തയ്യാറായിരിക്കണം. അതെവിടുന്ന്, നമ്മളെ ഈ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് കളക്ട് ചെയ്യാൻ കഴിയും. ഓക്കെ. പിന്നെ ഇപ്പോൾ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഒരു ഷോപ്പ് തുടങ്ങും, അപ്പോൾ ആ ട്രേഡ് ലൈസൻസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ഉറപ്പുവരുത്തും. അതായത് ഒരു സംരംഭം തുടങ്ങുന്ന ആ സമയത്താണ് എന്ത് ചെയ്യുക, ഈ ട്രേഡ് ലൈസൻസ് വരിക. അവർ കൃത്യമായിട്ട് വൃത്തിയില്ലേ, പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ലൊക്കേഷൻ എവിടേക്കാണ് വരുന്നത്, അതിൻ്റെ എന്താ ആളുകൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ അവർ പരിശോധിച്ച് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് ആ ഒരു ലൈസൻസ് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ പുതിയ നിയമങ്ങളിൽ ഒരുപാട്, ഇപ്പോൾ നമുക്കറിയാം ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച്, അതിൻ്റെ ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ഒരു എഞ്ചിനീയറുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരതിനെക്കുറിച്ച് പറഞ്ഞു തരും. കാരണം ഇപ്പോൾ ഒരു കച്ചവടം, ഒരു പൊതുമേഖല ആയിട്ട്, അല്ലെങ്കിൽ ഒരു പൊതുകാര്യ സ്ഥാപനമായിട്ടൊരു ഫേം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ബിൽഡിങ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പോലും ആ ബിൽഡിങ്ങിനൊക്കെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. അതായത് അതിന് ബാത്റൂം ഉണ്ടായിരിക്കണം, അതിൽ തന്നെ ഇന്ന സൗകര്യങ്ങൾ വേണം, തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒത്തു വരുന്ന സമയത്ത് ഇതിന് നമുക്ക് ലൈസൻസ് കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് തടയപ്പെടും. അതിന് പല ജാതി നിയമപ്രശ്നങ്ങളും കുരുക്കുകളും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ.
അപ്പം ഞാൻ ചോദിക്കട്ടെ, എന്തിനാ അവരിത് ശ്രദ്ധിക്കുന്നത്? ഇപ്പോൾ ഇപ്പം നമ്മളൊരു മുനിസിപ്പാലിറ്റിക്ക് കീഴിലൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ അതിന് എന്തിനാ അവരിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ അവർ എന്തിനാ ചെയ്യുന്നത്? അല്ലെങ്കിൽ അവരെന്തിനാണ് അവരെന്തിനങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒക്കെ പറയുന്നത്? അല്ലെങ്കിൽ ഈ ലൈസൻസ് എടുക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കൃത്യമായിട്ടുള്ളൊരു ചട്ടക്കൂട് കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി അല്ലേ? നമ്മൾ അതില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ അവിടെ എന്താ പറയുക, ഒരു റെസ്റ്റോറൻ്റ് ആകുമ്പോൾ അല്ലേ, നമുക്കറിയാം വൃത്തി വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടുത്തെ ഫുഡ് എന്താ പറയുക, വൃത്തിയില്ലെങ്കിൽ അത് ആളുകളുടെ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാക്കും. പിന്നെ അവിടുത്തെ വേസ്റ്റ്, അവിടുന്ന് പോകുന്ന വേസ്റ്റുകൾ അതെങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യുന്നത് അതൊക്കെ നോക്കൂട്ടോ. ഒരു ഹോട്ടലൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് വലിയൊരു റെസ്റ്റോറൻ്റ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ വേസ്റ്റ് എങ്ങനെയൊക്കെയാണ് പോകുന്നത്, എങ്ങനെയൊക്കെയാണ് കളക്ട് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതൊക്കെ നമ്മളെ ലൈസൻസിനെ ബാധിക്കും. ഓക്കെ. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ട്രേഡ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള മനസ്സിലാക്കേണ്ടത്. പിന്നെ എന്താ പറയുക, പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, മൂന്ന് തരത്തിലുള്ള ബിസിനസ്സുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ബിസിനസ് ഓണർഷിപ്പുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് എന്താ പറയുക, പ്രോപ്രിയേറ്റർഷിപ്പ് അല്ലേ, അതായത് ഒരാളുടെ തന്നെ ഉടമസ്ഥതയിലുള്ള ഒരു ബിസിനസ് എന്നുള്ള നിലക്ക്. പിന്നെ അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ആയിട്ടുള്ളത് പറഞ്ഞു. പിന്നെ അതുപോലെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളെ കുറിച്ചിട്ട്, ഈ മൂന്ന് രീതികളെ കുറിച്ചിട്ട്, മൂന്ന് ഓണർഷിപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ബിസിനസ് ആകുമ്പോൾ തീർച്ചയായിട്ടും അത് ആ ഒരു രീതിയിൽ തന്നെയുള്ള ഓണർഷിപ്പ് രജിസ്ട്രേഷനും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ നടത്തണം. അല്ലെങ്കിൽ അത് പലജാതി പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും പിൽക്കാലത്ത് ഉണ്ടാക്കും. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ടച്ച് ചെയ്യുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച വിഷയമാണല്ലോ. മുമ്പ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സംസാരിച്ചിട്ടുണ്ട്, ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഇനി എന്താ പറയുക, വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ടാക്സുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ ഇതിൻ്റെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. ടാക്സ് രജിസ്ട്രേഷൻസ് അല്ലേ, നമുക്കറിയാം. പ്രത്യേകിച്ച് ഒരു ബിസിനസ് ആവുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും ടാക്സ് ടാക്സിന് വേണ്ടിയിട്ട് അത് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാണ്. GST രജിസ്ട്രേഷൻ അല്ലേ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അത് നിർബന്ധമായിട്ടും ആ ഒരു രജിസ്ട്രേഷൻ കഴിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ച ഒരു പൈസ, അല്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കി, നമ്മൾ ഒരുപാട് മാർക്കറ്റ് ചെയ്ത് ഒരുപാട് ഡെവലപ്പ് ചെയ്ത് എടുത്ത് ആ ഒരു സാമ്രാജ്യം ഒരുപക്ഷെ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകുന്നൊരു സാഹചര്യം അതൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു എക്സ്പീരിയൻസ്, അതായത് ഒരു ഷോപ്പ് കാര്യങ്ങളൊക്കെ തുടങ്ങി. ആൾക്ക് ഇതേപോലെ മറ്റൊരാൾ വിറ്റതാണ്. മറ്റൊരാളുടെ കയ്യിൽ നിന്നൊരു ഷോപ്പ് വാങ്ങി. അപ്പോൾ ആ വാങ്ങിയ സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആള് എന്താ പറയുക, വെറും 1.5 കൊല്ലം ആൾ ആ ബിസിനസ് റൺ ചെയ്തപ്പോഴേക്ക് ആൾക്ക് നോട്ടീസ് വന്നു. 1.5 കൊല്ലം, അത് 6 മാസമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നോട് കുറച്ച് മുമ്പ് പറഞ്ഞൊരു അനുഭവമാണ്. അതായത് ഇപ്പം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നപ്പോൾ പറയുന്നു എന്ന് മാത്രം. ഈ പറഞ്ഞ ഒരു 6 മാസമാണോ 1.5 കൊല്ലാണോ എന്ന് ഓർമ്മയില്ല. എന്തായാലും ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്ക്, അല്ലെങ്കിൽ 1.5 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ഇയാൾക്ക് നോട്ടീസ് വന്നു. പഞ്ചായത്തിൽ നിന്ന് നോട്ടീസ് വന്നു, നിങ്ങൾ ഷോപ്പ് ഒഴിയണം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഇതിൻ്റെ പിന്നാമ്പുറം അന്വേഷിച്ചപ്പോഴാണ് ഏകദേശം അങ്ങനെയാണ്. അതായത് 1.5 കൊല്ലം മുന്നേറ്റേ ഇവർക്ക് കൃത്യമായിട്ട് നോട്ടീസ് കൊടുത്തിരുന്നു. അപ്പോൾ 1.5 കൊല്ലം മുന്നേ നോട്ടീസ് കൊടുത്ത ഷോപ്പ് ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മെല്ലെ മറ്റൊരാൾക്ക് മെല്ലെ നൈസായിട്ട് വിറ്റ്, ഈ പ്രശ്നങ്ങളൊന്നും പറയാതെ വിറ്റു. അവൻ അതിൽ ഒരുപാട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തു. ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ ഷോപ്പിൽ നിന്ന് ഔദ്യോഗികമായിട്ട് ഇറങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഉള്ള ലെറ്റർ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അതിൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ അത് ഈ ലൈസൻസ് എടുക്കുന്ന സമയത്തോ രജിസ്റ്റർ ചെയ്യുന്ന സമയത്തോ ആരും അന്വേഷിച്ചില്ല. ഈ പുതിയതായിട്ട് ഈ ഷോപ്പ് വാങ്ങുന്ന ആളെ അന്വേഷിച്ചില്ല. അതിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അവനക്ക് ഏകദേശം അവനതിന് കൊടുത്ത എമൗണ്ടും അഡ്വാൻസ് എമൗണ്ടും അതിന് പുറമെ അവൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത ഏകദേശം 10-12 ലക്ഷം രൂപയും അവനക്ക് അവിടെ ലോസ് ആകുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത് നമ്മൾ രജിസ്ട്രേഷനൊക്കെ വളരെ പക്കയായിട്ട് വളരെ കണ്ണിങ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ, അതിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതൊക്കെ നമ്മളെ ബാധിക്കും. അപ്പോൾ ഈ GST കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ പോലെ
നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയത് നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ നമ്മുടെ മുന്നിൽ സീല് വെക്കപ്പെടുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ ഈ GST രജിസ്ട്രേഷനൊക്കെ അല്ലേ. നമ്മൾ ചിലപ്പോൾ കരുതും നമ്മൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യല്ലേ, ഇതിനിപ്പോൾ എന്താ GST രജിസ്ട്രേഷൻ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കും. പക്ഷേ അത് ആ ഒരു ടേൺ ഓവർ കവിയുന്ന സമയത്ത്, അല്ലെങ്കിൽ ടേൺ ഓവർ ആയി വരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് നമ്മൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് വലിയ നിയമക്കുരുക്കുകളിലേക്ക് അത് കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. ഓക്കെ, അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വേണമെന്നില്ല, പക്ഷേ അത് എന്താ ആ ഒരു ടേൺ ഓവർ ലിമിറ്റ് അല്ലേ, അങ്ങനെ നമുക്കറിയാലോ ഓരോ ബിസിനസ്സിൻ്റെ ആ ഒരു ടേൺ ഓവർ ലിമിറ്റ് കടക്കുന്ന സമയത്ത് അത് നോക്കിയിട്ട് ചെയ്താൽ മതി. പക്ഷെ അത് നിസ്സാരമായിട്ട് അവഗണിക്കാൻ പാടില്ല അല്ലേ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം, ഏതൊരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും നമുക്കതിനൊരു പാൻ കാർഡും അതുപോലെ തന്നെ ഒരു ബാങ്ക് അക്കൗണ്ടുകളും കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം അല്ലേ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ പല ആളുകളും പറയുന്നത് കേൾക്കാറുണ്ട്, അവരുടെ പേഴ്സണൽ നമ്പറും അല്ലെങ്കിൽ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടും അതല്ലെങ്കിൽ അവരുടെ കമ്പനി ബാങ്ക് അക്കൗണ്ടും ഒക്കെ ആയിട്ട് അത് എല്ലാം ഒന്നാക്കിയിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അതുകൊണ്ടുണ്ടാവുന്ന പിന്നീടുണ്ടാവുന്ന എന്താ ഒരുപാട് നൂലാമാലകൾ, അതൊക്കെ എപ്പോഴും പറയും. പിന്നെ ആ ഒരു എന്താ ക്യാപിറ്റലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സായി പോകുന്നതും, അല്ലെങ്കിൽ ഇതിനൊരു കൃത്യമായിട്ടൊരു അല്ലേ, നമ്മൾ ഈ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന അക്കൗണ്ടിലേക്ക് തന്നെ നമ്മുടെ ഷോപ്പിലെ അല്ലെങ്കിൽ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിലെ വരുമാന മാർഗ്ഗങ്ങൾ നേരെ അതിലേക്ക് തന്നെ കണക്ട് ചെയ്യുന്നത് അത് വലിയ പ്രശ്നമാണ്. അതിന് നല്ലത് അതിന് മാത്രമായിട്ടൊരു അക്കൗണ്ട് തന്നെ സെറ്റ് ചെയ്ത് ആ ഒരു രീതിയിൽ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതുണ്ടാവുക. ഓക്കെ, അതാണ് നമുക്ക് കൃത്യമായിട്ട് എന്ത് വരുന്നു, എന്തൊക്കെ ചിലവാകുന്നു, എവിടെയൊക്കെ ആണ് ഇതാകുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ നമുക്ക് അതായിരിക്കും ഏറ്റവും നന്നാവുക എന്നർത്ഥം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറയും നമ്മുടെ കേരളത്തിൽ എന്താ പറയുക, ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു ബിസിനസ്, ഒരു ചെറിയൊരു സംരംഭം നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അത് MSME എന്ന് പറയും. അതായത് അങ്ങനെയാണ് അതിന് പറയല്, MSME. ഒരു ചെറിയൊരു ബിസിനസ്സായിട്ട് നമുക്കത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഉദ്യം രജിസ്ട്രേഷൻ എന്നാണ് അതിന് പറയാം. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ സ്റ്റാർട്ടപ്പ്സിന്, അതുപോലെ തന്നെ പുതിയ സംരംഭകർക്ക്, പുതിയ ആശയങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ആയിട്ട് ഒരുപാട് സ്കീമുകൾ നമ്മുടെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ഒരുപാട് സ്കീമുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഡൗൺ ആയി പോകുന്ന സമയത്ത് ഫൈനാൻഷ്യലി ഉള്ള സപ്പോർട്ടാണെങ്കിലും എല്ലാ കാര്യത്തിനും, പിന്നെ അതുപോലെ ലോണുകൾ, പിന്നെ എന്താ അവർക്ക് സബ്സിഡീസ്, ഇത്തരത്തിലുള്ള ഒരുപാട് സപ്പോർട്ടുകൾ നമുക്ക് കിട്ടാനുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ഇതൊക്കെ എപ്പോഴേ നടക്കുകയുള്ളൂ, കൃത്യമായിട്ട് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ആ പ്രൊസീജിയർ ഇതാക്കിയിട്ട് കറക്റ്റ് ആകുമ്പോഴേ ഇതൊക്കെ നടക്കുകയുള്ളൂ എന്നർത്ഥം. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ അത് ഇത്തിരി ടയർഡാണ് കേട്ടോ, അതാണ് എന്താ പറയുക, ഇങ്ങനെ എന്താ പറയുക കോട്ടുവായിടുന്നുണ്ട്. ഇന്നലെ നമ്മളെ എന്താ പറയുക, ഈ മുസ്ലിംസിന് റമദാനിലെ 27ാം രാവൊക്കെ ആയിരുന്നല്ലോ. ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല. ഞങ്ങളുടെ കുറച്ചിങ്ങനെ എല്ലാവരും പാടെ കറക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട്, അങ്ങനെയല്ല, ഇങ്ങനെ അടുത്തുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് അങ്ങനെ കുറച്ച് ഇതിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ